ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് അൽറിഹാബ് ബൽക്കീസ് എന്ന പെർഫ്യൂമാണ്. ഞാൻ റീസെന്റ് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് കൂടിയാണത്. വലിയൊരു പ്രതീക്ഷയിൽ വാങ്ങിച്ചതെന്നല്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ കണ്ടപ്പോൾ പൊതുവെ നമ്മൾ അൽറിഹാബിന്റെ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ കാണാറുള്ളത്. സോ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇതൊരു ഡിഫറെന്റ് ലുക്കിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല അറബിക് പെർഫ്യൂം ഒക്കെ ആയിരിക്കും, അങ്ങനത്തെ ഒരു ഊത് ടച്ച് എന്തെങ്കിലും ഒരു അസീലിന്റെ കാറ്റഗറി ഉള്ളതൊക്കെ ആയിരിക്കും എന്നൊക്കെ കരുതി ഒരു പെർസെപ്ഷനിൽ വാങ്ങിച്ചതാണ്. പക്ഷെ വാങ്ങിച്ച് സാധനം കൈ കിട്ടി യൂസ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് അങ്ങനൊന്നും അല്ല, ഡിഫറെന്റ് ആയിട്ട് ഒരു ഫ്രാഗ്രൻസ് ആണ് എന്നുള്ളത്. സോ അത് ബൽക്കീസ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. കളറ് ബ്രൗൺ, നമ്മുടെ റോയൽ മറാഷ് പെർഫ്യൂമിന്റെ ഒക്കെ പോലത്തെ കളറ്. ബാക്ക് സൈഡിൽ കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് 35 ml ആണ്. ചില അൽറിഹാബ് 50 ml കാണും, ചിലത് 35 ml കാണും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇത് കണ്ട ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് അസീലും ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോ ഇത് ലവ്ലിയാണ്. ലവ്ലിയും 35 ആണ്. സബായ, അതുപോലെ തന്നെ ചെൽസി, പിന്നെ അൽഫാരിസ്, അതൊക്കെ 50 ml ആണ് കാണാറുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് സാധനം വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൾറെഡി ഇത് ക്യാപ്പൊക്കെ കുറച്ച് ഫ്ലിംസിയാണ്. പിന്നെ അൽറിഹാബിന്റെ പറയേണ്ട കാര്യമില്ലല്ലോ, ഒരു മൊത്തത്തിലൊരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പൊ ഞാനിത് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ സ്നിഫ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഇതിന്റെ ആറ്റമൈസർ എങ്ങനെ നോക്കാം. അപ്പോ ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാ വെച്ചാല്, സാധാരണ നമ്മൾ ലേഡീസ് പെർഫ്യൂംസിൽ അത്ര അധികം കാണാത്ത ഒരു നോട്ടാണ് ഫ്രഷ് നോട്ട്സ്. അതായത് ഒരു സിട്രസി ഫ്രഷ്നെസ് ഒന്നും ലേഡീസ് പെർഫ്യൂംസിൽ അങ്ങനെ നമ്മൾ കാണാറില്ല. കൂടുതലും ഉണ്ടാവുക ഒന്നെങ്കിൽ അരോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും നോട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്വീറ്റ് ഓർ ഹണി, അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവേ കാണാറുള്ളത്. ഇവിടെ ആ ഒരു അരോമാറ്റിക് നോട്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇതിൽ ഫ്രഷ്നെസ് ആണ് ഓപ്പണിങ്ങിലുള്ളത്. ഇത് ഫസ്റ്റ് സ്നിഫ് ചെയ്തപ്പോ, ഇങ്ങനെ സ്നിഫ് ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്ന സംഭവം നമ്മുടെ YSL ലീബ്രെ പെർഫ്യൂം ആണ്. YSL ലീബ്രെ പെർഫ്യൂമിലേക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു വുഡി ഫ്രാഗ്രൻസ് കുറച്ച് കൂടുതൽ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക, അതാണ് ആക്ച്വലി ഈ ഒരു പെർഫ്യൂം എനിക്ക് കിട്ടിയത്. അതായത് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. YSL ലീബ്രെ എന്ന് കിട്ടാറുള്ള ആ ഒരു പൗഡറി നോട്ട്സ് ഉണ്ടല്ലോ, അതും ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ പക്ഷെ ഒരു വനില പൗഡറി ആയിട്ടാണ് വരുന്നത്, ഇവിടെ ഒരു സ്വീറ്റ് പൗഡറി ആയിട്ടാണ് വരുന്നത്. പൗഡറി ഫ്രാഗ്രൻസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ കുറച്ച് അരോമാറ്റിക് നോട്ട്സും വരുന്നുണ്ട്. ഒരു റോസിന്റെയും മറ്റൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു പൂക്കള സ്മെല്ല് ഇതിൽ കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു വുഡി ഫ്രാഗ്രൻസ്, ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള വളരെ നേരിയ ഒരു ഊത് എന്നൊക്കെ പറയാൻ പറ്റിയ പോലത്തെ ഒരു വുഡി ഫ്രാഗ്രൻസും ഇവിടെ കിട്ടുന്നത്. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് ഉള്ളത്. അപ്പൊ അത്യാവശ്യം തിരക്കടില്ലാത്ത ഒരു ഫ്രാഗ്രൻസ് ഈ പെർഫ്യൂമിന് തരാൻ പറ്റുന്നുണ്ട്. യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ടു സം എക്സ്റ്റെന്റ് നമുക്കിത് യൂണിസെക്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓൾ ഒക്കേഷൻസിലേക്ക് പറ്റാനുള്ള ചാൻസസ് കുറവാണ്, പക്ഷെ എന്നാലും കൂടുതൽ അപ്ലൈ ചെയ്താലൊക്കെ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഫ്രാഗ്രൻസ് ഒന്നും പറയാനില്ല, വളരെ പ്ലീസിങ് ആണ്. അത് നിങ്ങൾ ആ ഒരു ഫ്ലോറൽ, ഒരു പിങ്ക് ഫ്ലോറൽ നോട്ട്സ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതില് ഫോക്കസ് ചെയ്തിട്ടുള്ള പെർഫ്യൂംസ് ആണ് നമ്മുടെ മാഡമോയിസലൊക്കെ പോലത്തെ. അങ്ങനത്തെ ഒക്കെ പെർഫ്യൂംസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണത്. പക്ഷെ ഫ്രാഗ്രന്റിക്ക നോക്കിയിട്ട് അവിടെ ഇത് ലിബ്രെ ആയിട്ട് സിമിലാരിറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. അതിൽ വേറെ രീതിയിലാണ് നോട്ട്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ നോട്ട്സിന്റെ താഴെ അതിന്റെ നോട്ട്സ് മെൻഷൻഡ് ഇൻകറക്ട്ലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് എത്രത്തോളം ശരിയാണെന്നുള്ളതും അറിയില്ല. എന്തായാലും എനിക്കിത് സ്നിഫ് ചെയ്തപ്പോ അങ്ങനത്തെ ഒരു ഹിന്റ് കിട്ടുന്നുണ്ട്. എന്നാൽ ഇത് അതിന്റെ ഡയറക്റ്റ് ക്ലോൺ ഒന്നും അല്ല കേട്ടോ. അപ്പോ അങ്ങനെയാണ്. ലിബ്രെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തു പോയതാണ്, എൻ്റെ കയ്യിൽ ഒറിജിനൽ ഇരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ അതിന്റെ ഒരു സ്ട്രൈറ്റ് ക്ലോൺ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും അതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ, പെർഫോമൻസ് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കതൊരു അപ് ടു 2 hours വരെ ആണ് പ്രൊജക്ട് ചെയ്യുന്നത്. അപ് ടു 2 എന്ന് പറയുമ്പോൾ ചില സമയത്ത് 1.5 hours വരെ ഉള്ളൂ, ചില സമയങ്ങളിൽ 2 hours വരെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊജക്ഷൻ ഉള്ളത്. ലോഞ്ചിവിറ്റി നമുക്ക് ഒരു മാക്സിമം ഒരു 5 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അൽറിഹാബിന്റെ ഓയിൽസ് ആണ് കൂടുതലും നമുക്ക് നല്ല പെർഫോം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. പെർഫ്യൂംസ് അത്ര തന്നെ നിന്ന് കാണാറില്ല, എല്ലാം ഒരു 5 to 6 hours ലെവലിലാണ് പോകാറുള്ളത്. ഇതും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു 5 hours വരെ ഇതിന്റെ ഒരു ലോഞ്ചിവിറ്റി ഉണ്ട്. ബട്ട് 35 ml ഒരു പെർഫ്യൂമിന് ജസ്റ്റ് 360 rupees ഒക്കെ പ്രൈസ് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് ഇത് വേർത്ത് അല്ലേ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി വേർത്താണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ. വാങ്ങിക്കുന്ന ഒറിജിനൽ ആണ് എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ടൊക്കെ കിട്ടും, ഓഫ്ലൈൻ ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും. അൽറിഹാബ് ഒരുവിധം
ഷോപ്പുകളൊക്കെ കാണുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ അതൊക്കെയാണ് ഈ ഒരു ബൽക്കീസ് എന്ന ഈ ഒരു പെർഫ്യൂമിന്റെ ഡീറ്റെയിൽസ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.